Hello everyone, Assalamu alaikum. Welcome back to our channel. ഇന്നതാ നമ്മൾ ചെമ്മീൻ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ തന്നെ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിതാ ഇവിടെ പ്രോൺസ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കടായി എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് ഓയിൽ നന്നായി ചൂടായ ശേഷം ഞാൻ ഇവിടെ പ്രോൺസ് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇത് ഞാൻ നേരത്തെ തന്നെ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കുറച്ച് ഉപ്പും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നു. ഒരു അരമണിക്കൂറൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ മതി. അത് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതങ്ങനെ ഒരുപാട് ഡ്രൈ ആയിട്ടൊന്നും ഫ്രൈ ചെയ്യേണ്ട കേട്ടോ. ഈ ഒരു പരുവത്തിൽ ഒന്ന് ഫ്രൈ ചെയ്താൽ മതി. ഒരുപാട് ഡ്രൈ ആകുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി നമുക്കതിന് മസാല റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ 2 കഷ്ണം പട്ടയും പിന്നെ 3-4 ഏലക്ക പിന്നെ 3 കരിയാമ്പൂവും എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ ഇവിടെ 2 വലിയ സവാള അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഒന്ന് വഴറ്റിയ ശേഷം ഞാനതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം ചതച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊരു 3 ടേബിൾ സ്പൂണാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. അതെല്ലാം നന്നായി വഴറ്റിയ ശേഷം അതിൻ്റെ പച്ചമണം എല്ലാം പോയ ശേഷം ഞാനിവിടെ ഒരു വലിയ തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് റഫ്ലി ചോപ്പ് ചെയ്തിട്ട് ചേർത്താൽ മതി. തക്കാളി നന്നായി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. തക്കാളിയെല്ലാം നന്നായി സോഫ്റ്റ് ആയ ശേഷം ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലയും പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അത് നന്നായി ഒന്ന് യോജിപ്പിച്ച ശേഷം ഞാൻ ഇവിടെ കുറച്ച് മല്ലിയിലയും പുതിനയും ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3/4 കപ്പ് തൈരും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് പ്രോൺസാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. അതും ഇതിലേക്ക് ഇട്ട ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ വിനീഗറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ലെമൺ ജ്യൂസ് ഉണ്ടെങ്കിൽ അത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ നമ്മുടെ മസാലക്കൂട്ട് ഇവിടെ നന്നായി റെഡി ആയിട്ടുണ്ട്. നമുക്കത് മാറ്റി വെക്കാം. പിന്നെ ഞാനിവിടെ സെയിം പാനിൽ 5 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. 2.5 കപ്പ് അരിയല്ല എടുത്തത്. അപ്പോൾ അതിന് 5 കപ്പ് വെള്ളം ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്ത ശേഷം വെള്ളം നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം. വെള്ളം ഇപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇനി കുതിർത്തി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത ശേഷം ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഇതിൽ 3/4 വെള്ളവും വറ്റുവോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതിൽ വെള്ളം 3/4 വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. നമ്മുടെ ബിരിയാണിക്കുള്ള റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് അസംബിൾ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ പകുതി റൈസ് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി പകുതിയിലേക്ക് ഞാനിവിടെ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയും ഒന്ന് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചെമ്മീൻ മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. അതെല്ലാം എല്ലാ ഭാഗത്തേക്കും ആക്കിയ ശേഷം ഞാനിവിടെ അടുത്ത ലെയർ റൈസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്.
അതിലേക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ച് നെയ്യും മല്ലിയിലയും പുതിനയും അരിഞ്ഞതും ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പ്രോൺസ് ഫ്രൈ ചെയ്തെടുത്ത് ഞാൻ ഇതിന് മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ ഫ്രൈ ചെയ്തതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിരുന്നു. ഇതിന് മുകളിൽ ഇട്ടില്ലെങ്കിലൊന്നും കുഴപ്പമില്ല, ഞാൻ ഒരു ഭംഗിക്ക് അങ്ങനെ ഇട്ടെന്നുള്ളൂ. പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി അതിന് മുകളിലൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് അതിനൊരു 10 മിനിറ്റ് ഞാനൊന്ന് ദമ്മാക്കി എടുക്കുന്നുണ്ട്. നന്നായി മൂടി വെച്ച ശേഷം 10 മിനിറ്റ് ഒന്ന് ദമ്മാക്കി എടുക്കാം. ഇപ്പോൾ തന്നെ നമ്മുടെ ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടോടെ തന്നെ നമുക്കിത് സെർവ് ചെയ്ത് കഴിക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ ഫസ്റ്റ് ടൈമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ കണ്ട ശേഷം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ശേഷം ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്ത് എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കും. അടുത്തൊരു വീഡിയോയുമായി വരും വരെ ബൈ എവ്രിവൺ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.